നമസ്കാരം. പ്രദീപ് കുമാറിന് ദേശീയമായൊരു അംഗീകാരം കിട്ടിയ വാർത്ത കോഴിക്കോട്ടുകാരെ വലിയ തോതിൽ സന്തോഷിപ്പിച്ചൊരു വാർത്തയാണ്. അത് ചെറിയ അംഗീകാരമല്ല. IIA ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിൻ്റെ ഓണററി ഫെലോഷിപ്പാണ് പ്രദീപ് കുമാറിനെ തേടിയെത്തിയിരിക്കുന്നത്. അത് ചെറിയ അവാർഡല്ല. തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തകന് ഇത്തരത്തിലൊരു അവാർഡ്, വാസ്തുശില്പ വിദ്യയുടെയും കലയുടെയും ഉപാസകന്മാരും അതിൻ്റെ പ്രചാരകർക്കും കിട്ടുന്ന അവാർഡ് ആദ്യമായൊരു പൊതുപ്രവർത്തകന് കിട്ടുന്നത് വലിയ വിദഗ്ധന്മാർക്കും എഞ്ചിനീയർമാർക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. മാത്രമല്ല കേരളത്തിൽ നിന്ന് ആദ്യമായി ഈ അവാർഡ് നേടുന്ന ഒരാളാണ് പ്രദീപ് കുമാർ. അതുകൊണ്ട് ആ അവാർഡ് ചെറിയ കാര്യമല്ല, വലിയ അവാർഡ് തന്നെയാണ്. ആ അവാർഡ് കിട്ടേണ്ടത് തീർച്ചയായിട്ടും പ്രദീപ് കുമാർ അത് അർഹിക്കുന്നതുകൊണ്ടാണല്ലോ അവർ കൊടുത്തത്. പ്രദീപ് കുമാറിനെ നമുക്ക് അഭിനന്ദിക്കാം. ഒപ്പം അർഹിക്കുന്ന ഒരാളെ കണ്ടെത്തി അയാൾക്ക് തന്നെ ഈ അവാർഡ് കൊടുക്കാൻ തയ്യാറായ IIA എന്ന സ്ഥാപനത്തെയും നമുക്ക് അഭിനന്ദിക്കാം. എന്തിനാണ് പ്രദീപ് കുമാറിന് ഈ അവാർഡ് കൊടുക്കാൻ കാരണമായത്? അത് അദ്ദേഹം MLA ആയിരുന്ന കാലത്ത്, അദ്ദേഹം 15 കൊല്ലം തുടർച്ചയായിട്ട് MLA ആയിരുന്നു. നമുക്കറിയാം 2006 തൊട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് MLA ആയത്. അന്ന് കോഴിക്കോട് 1 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മണ്ഡലം. അത് കഴിഞ്ഞ് 2 തവണ അദ്ദേഹം കോഴിക്കോട് നോർത്തിൽ MLA ആയി. ഈ 15 കൊല്ലം MLA ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹം കൊണ്ടുവന്ന ഒരുപക്ഷെ ദേശീയ തലത്തിൽ തന്നെ മാതൃകയായി തീർന്ന ഒരു പദ്ധതിയാണ് പ്രിസം എന്ന് പറയുന്നത് പ്രൊമോട്ടിംഗ് റീജിയണൽ സ്കൂൾസ് ടു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ത്രൂ മോഡേണൈസേഷൻ എന്ന പേരിലുള്ള പദ്ധതിയാണ്. ഈ ആധുനികമായ സൗകര്യങ്ങളിലേക്ക് നമ്മുടെ നാട്ടും പുറത്ത് പൊടി പിടിച്ച് കിടക്കുന്ന പ്രാകൃതമായ രൂപത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സ്കൂളുകളെ, നാട്ടുംപുറത്തെ പ്രാദേശിക സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക, ആധുനികവൽക്കരിക്കുക എന്ന പദ്ധതിയായിരുന്നു അത്. ആ പദ്ധതി ഒട്ടുമുക്കാലുമൊക്കെ ആ പദ്ധതിയിൽ പ്രദീപ് കുമാർ ഏറ്റവും അധികം സഹായം തേടിയത് IIAയുടെയാണ്. എന്ന് പറഞ്ഞാൽ ആ പദ്ധതി രൂപത്തിലും ഭാവത്തിലും വ്യത്യസ്തമാവണം. എന്ന് പറഞ്ഞാൽ ഏറ്റവും ആകർഷകമായ രൂപങ്ങൾ ഉണ്ടാകണം നമ്മുടെ സ്കൂളുകൾക്ക്, പ്രാദേശിക സ്കൂളുകൾക്ക്. അതുകൊണ്ട് IIA വളരെ താല്പര്യപൂർവ്വം അതിനോട് സഹകരിച്ചു. അവർ വന്ന് പലപ്പോഴും സൗജന്യമായി മുഴുവൻ സമയ സേവനം കിട്ടി. അതുകൊണ്ട് ഈ സ്കൂളുകളൊക്കെ മാറ്റിപ്പണിതപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ തന്നെ, അതിൻ്റെ രൂപം തന്നെ മനോഹരമായി തീർന്നു. ഏറ്റവും പുതിയ വാസ്തുവിദ്യ അനുസരിച്ച് മനോഹരമായ രൂപത്തിലാണ് സ്കൂളുകളൊക്കെ പണിതത്. 1ഉം 2ഉം സ്കൂളുകളല്ല. ആദ്യം വന്നത് നടക്കാവ് ഗേൾസിലാണ്, നമുക്കറിയാം. അത് വലിയ വാർത്തയായിരുന്നു അന്ന്. അത് കഴിഞ്ഞ് കാരപ്പറമ്പ് സ്കൂളിൽ വന്നു, മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഹൈസ്കൂളിൽ വന്നു, പുതിയങ്ങാടിയിലെ UP സ്കൂളിലും LP സ്കൂളിലും വന്നു, മലാപ്പറമ്പ് LPയിൽ വന്നു. അതുപോലെ സ്കൂളുകൾക്ക് മാത്രമല്ല, ഇപ്പോൾ ആ കാലത്താണ് ഈ പദ്ധതിയിലാണ്, പ്രിസം പദ്ധതിയിലാണ്, പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ബീച്ചിൽ ആകർഷകമായൊരു ഫ്രീഡം സ്ക്വയർ ഉണ്ടായത്. പരിപാടികൾക്ക് ആർക്കും പരിപാടികൾ നടത്താവുന്ന, കടൽക്കാറ്റേറ്റ് അതിമനോഹരമായ ഒരു പരിപാടികൾ സംഘടിപ്പിക്കാനും ആസ്വദിക്കാനുള്ള വേദി ഉണ്ടായത് അങ്ങനെയാണ്. അതാണ് അവിടുത്തെ ഫ്രീഡം സ്ക്വയർ. അതുപോലെ തന്നെ കോഴിക്കോട് ബീച്ചിൽ മാത്രമല്ല, ബട്ട് റോഡ് ബീച്ചിലും സമുദ്ര ഓഡിറ്റോറിയം എന്ന പേരിൽ ഓഡിറ്റോറിയം ഉണ്ടാക്കി. ഒക്കെ ഈ പദ്ധതിയിലാണ്. ഈ പദ്ധതിക്കൊക്കെ തന്നെ രൂപകൽപ്പന ചെയ്യുന്നതിൽ IIA ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും ദേശീയ അംഗീകാരവുമായി തീർന്നു. അവർക്കും കൂടി കിട്ടിയത് പ്രദീപ് കുമാറിന് മാത്രമല്ല, കോഴിക്കോടിന് മാത്രമല്ല, ഈ സ്കൂളുകൾക്ക് മാത്രമല്ല, IIAക്കും വലിയ അംഗീകാരം. ദേശീയ തലത്തിൽ ഇതിൽ 3 പദ്ധതിയെങ്കിലും വലിയ തോതിൽ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് കാരപ്പറമ്പ് സ്കൂളിൻ്റെ പ്രോജക്റ്റാണ്. മറ്റൊന്ന് ഫ്രീഡം സ്ക്വയറിൻ്റെയും സമുദ്ര ഓഡിറ്റോറിയത്തിൻ്റെയും പദ്ധതി ദേശീയ അംഗീകാരം നേടി. അംഗീകാരം നേടിയപ്പോൾ അത് IIAക്ക് കൂടി അംഗീകാരമായി തീർന്നു. ആ അംഗീകാരത്തിന് അവസരം ഉണ്ടാക്കിയത് പ്രദീപ് കുമാർ MLA ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അർഹിക്കുന്ന കരങ്ങളിലേക്ക് അവരുടെ നന്ദിയോടെ അവരുടെ അവാർഡ്, അവരുടെ ഈ ഓണററി ഫെലോഷിപ്പ് കൊടുക്കാൻ IIA തീരുമാനിച്ചു. 2 കൂട്ടരെയും നമുക്ക് അഭിനന്ദിക്കണം. പ്രദീപ് കുമാറിനെയും IIAയും അഭിനന്ദിക്കണം. പക്ഷെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. പ്രദീപ് കുമാർ എന്ന മുൻ MLAക്ക്, ജനപ്രതിനിധിക്ക് ഇങ്ങനെ IIA എന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ അംഗീകാരം മതിയോ? പ്രദീപ് കുമാർ എന്ന ജനനേതാവിന് അർഹിക്കുന്ന അംഗീകാരവും ആദരവും കിട്ടിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം നമുക്കറിയാം. വലിയ പാരമ്പര്യത്തോടെയാണ് അദ്ദേഹം വന്നത്. SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. DYFIയുടെ ലീഡർഷിപ്പിലുണ്ടായിരുന്നു. DYFIയുടെ അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. മാത്രമല്ല അദ്ദേഹം യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്നു പ്രദീപ്. അതുപോലെ ആദ്യമായിട്ട് കേരള സംസ്ഥാനത്ത് ജില്ലാ കൗൺസിൽ വന്നപ്പോൾ കോഴിക്കോട് ജില്ലാ കൗൺസിലിൻ്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ചെറിയ പദവികളല്ല. പിന്നീടാണ് 3 തവണ MLA ആയത്. മിക്കവാറും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, അതും ഭരണത്തിൻ്റെ സൗകര്യങ്ങളിൽ MLA ഉൾപ്പെടെയുള്ള പദവികളിലെത്തിയാൽ മിക്കവാറും എല്ലാ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാരും ദുഷ്പേരുണ്ടാക്കിയ കാലത്ത്, അഴിമതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ വിളിച്ചു വരുത്തിയ കാലത്ത്
പാർട്ടിയിലെ ഗ്രൂപ്പിസത്തിൽ എവിടെയെങ്കിലുമൊക്കെ നിന്ന് അപ്പുറത്തും ഇപ്പുറത്തും ചെളിവാരി എറിഞ്ഞ് വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാക്കിയ കാലത്ത് ആർക്കും തലവേദന ഉണ്ടാക്കാതെ, ഗ്രൂപ്പിസത്തിൽ ഇടപെടാതെ, അഴിമതി ആരോപണം കേൾപ്പിക്കാതെ സംശുദ്ധമായൊരു വ്യക്തിത്വവുമായി ഇത് 61 വയസ്സായി പ്രദീപ് കുമാറിന്. ഇതുവരെ എത്തി നിൽക്കുമ്പോൾ പ്രദീപ് കുമാറിനെ അർഹിക്കുന്ന തരത്തിൽ പാർട്ടി പോലും പരിഗണിച്ചിട്ടുണ്ടോ? ചെറിയ ചോദ്യമല്ല. തീർച്ചയായിട്ടും പ്രദീപ് കുമാർ ഇപ്പോൾ CPIM-നകത്ത് തലമുറ മാറ്റം വന്നു. പുതിയ കാലത്ത് മന്ത്രിമാരൊക്കെ തന്നെ പുതിയ ജനറേഷനിലെ മന്ത്രിമാർ വന്നു. പക്ഷേ അപ്പോൾ പോലും എന്തുകൊണ്ടാണ് സംശുദ്ധമായ ഒരു വ്യക്തിത്വവുമായി CPIM-നകത്ത് വളർന്നു വന്ന പ്രദീപ് കുമാറിനെ പോലുള്ള ഒരു MLA, ഒരു നേതാവ്, ഒരു ജനനേതാവ്, ഒരു സഖാവ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സൗമ്യദീപ്തമായി കോഴിക്കോട്ട് ജീവിച്ചിരിക്കുമ്പോഴും, കോഴിക്കോട്ടെ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുമ്പോഴും, അവർക്കിടയിൽ ഒരു സാധാരണ പ്രവർത്തകനായി ജീവിക്കുമ്പോഴും പാർട്ടിയും ഭരണകൂടവും പ്രദീപിനെ വേണ്ട വിധം കാണുന്നുണ്ടോ? ഈ ചോദ്യം ഭോപ്പാലിൽ ഈ വെള്ളിയാഴ്ച ഭോപ്പാലിൽ വെച്ച് IIA-യുടെ ഓണററി ഫെലോഷിപ്പ് വാങ്ങാൻ പ്രദീപ് കുമാർ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തെങ്കിലും നമുക്ക് ആലോചിക്കാനിടയാകട്ടെ, വേണ്ടപ്പെട്ടവരൊക്കെ ആലോചിക്കട്ടെ എന്ന് പറയാൻ ഈ വാർത്ത പ്രേരകമായി തീർന്നിരിക്കുന്നു. നന്ദി, നമസ്കാരം.